നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3-ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ആചാരപ്പെരുമയോടെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലി നടന്നു. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. 2016-ൽ പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായത്. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകമൊരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവ്സിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനതുരാവണ്ണം എന്ന നാടകമാണ് അരങ്ങിലെത്തുക. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. അരുവായി ചിറവരമ്പത്തുകാവ് ക്ഷേത്രത്തിലെ വേലയാഘോഷം വർണ്ണാഭം. വാർത്തകൾ വിശദമായി. ഉത്സവങ്ങളുടെ ഉത്സവമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇനിയുള്ള 10 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരിക്ക് ഉത്സവ പൂക്കാലമാണ്. ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്സവത്തിന്റെ വിളംബരമായി ആനയോട്ടവും നടന്നു. രാത്രി കുംഭത്തിലെ പൂയം നാളിലാണ് കൊടിയേറ്റം നടന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം മത്താഴ പൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയും നടന്നു. സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയർന്നതോടെ ഗുരുഭവനപുരിക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകളായി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നാൽ ആരംഭിക്കുന്ന ചടങ്ങുകൾ അർദ്ധരാത്രി കഴിഞ്ഞും തുടരും. ഭക്തജനം ഒഴുകിയെത്തും. നഗരം വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ പൂരിതമാകും. ദിവസവും ആയിരങ്ങൾ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കും. കാഴ്ചശീവേലിക്ക് പ്രഗത്ഭരുടെ മേളം അകമ്പടിയാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താൽക്കാലിക സ്റ്റേജുകളിലുമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. അതിസങ്കീർണ താന്ത്രിക ചടങ്ങായ ഉത്സവബലി 8-ാം വിളക്ക് ദിവസമായ 7-ന് നടക്കും. 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടുമാണ്. ഈ 2 ദിവസങ്ങളിലും ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളും. ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യ യുദ്ധക്കളമായി. രാവിലത്തെ ആക്രമണത്തിനുള്ള ഇറാന്റെ അതിശക്ത തിരിച്ചടിക്ക് പിന്നാലെ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണം വീണ്ടും തുടങ്ങിയതോടെ സാഹചര്യം അതിരൂക്ഷമായിരിക്കുകയാണ്. തെക്കൻ ഇറാനിലെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്താക്രമണത്തിൽ 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇന്ന് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തി. ഇതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത അടച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, അബുദാബി, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ലക്ഷക്കണക്കിന് പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. മലയാളികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇതോടെ മലബാറിൽ നിന്നുള്ള 100 കണക്കിന് യാത്രക്കാരുടെ യാത്ര മുടങ്ങി. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3-ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ഐതിഹ്യ പെരുമയുണർത്തി ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ആനയോട്ടം ആരംഭിച്ചത്.
മണിക്കൂറുകൾക്ക് മുമ്പ് ക്ഷേത്ര പരിസരം ജനനിബിഡമായിരുന്നു. മഞ്ജുളാൽ മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വരെ ഇരുവശത്തും കാണികൾ തിങ്ങി നിറഞ്ഞു. ക്ഷേത്രത്തിൽ നാഴികമണി മൂന്നടിച്ചതോടെ പാരമ്പര്യാവകാശികളായ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ അവകാശിയായ മാതേമ്പാട്ട് വേണുഗോപാൽ നമ്പ്യാർക്ക് കുടമണികൾ നൽകി. അദ്ദേഹം അത് പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ മഞ്ജുളാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. കാർത്തിക് മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം തുടങ്ങി. കഴിഞ്ഞ തവണ ജേതാവായ കൊമ്പൻ ബാലുവാണ് ആദ്യം കുതിച്ചത്. തൊട്ടുപിറകെ രവികൃഷ്ണനും കൃഷ്ണനാരായണനും ഓടി. ക്ഷേത്ര നടപ്പുര എത്തും മുമ്പ് രവികൃഷ്ണൻ ബാലുവിനെ പുറകിലാക്കി. നേരെ ഓടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനകത്ത് 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ജേതാവിനെ പാരമ്പര്യാവകാശിയായ ചൊവ്വല്ലൂർ നാരായണൻ വാര്യർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. ഇനി ഉത്സവം കഴിയുന്നതുവരെ വിജയിയായ ആന ക്ഷേത്രത്തിനകത്ത് തന്നെ കഴിയും. ശ്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നതിനുള്ള അവകാശം ഈ കൊമ്പനാണ്. 10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുത്തത്. ജേതാവായ ആന ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതോടെ മറ്റാനകൾ കിഴക്കേ ഗോപുരനടയിൽ എത്തി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ചുപോയി. തുടർന്ന് ആനയൂട്ടും ഉണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, എൻ കെ അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ACP വി സുരേഷ്, ടെമ്പിൾ SHO ജി അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉത്സവാരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശീവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഇന്നും ഉത്സവത്തിന്റെ തുടക്ക ദിവസം രാവിലെയുള്ള ശീവേലി ആനയില്ലാതെ നടത്തുന്നത്. കടകക്കാരായ വാര്യർ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളിക്കൂത്തുവിളക്കുകളിൽ ദീപം തെളിയിച്ച് ശീവേലിക്ക് അണിനിരന്നു. ശാന്തിയേറ്റ കീഴ്ശാന്തി ചെറുതയൂർ അജിത് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ ചൈതന്യപൂർണമായ തങ്കത്തിടമ്പ് കരങ്ങളിലേറ്റി മാറോട് ചേർത്ത് പിടിച്ച് ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം വലം വെച്ച് ചടങ്ങ് പൂർത്തീകരിച്ചു. നാമജപവും വാദ്യവും ആനയില്ല ശീവേലിക്ക് അകമ്പടിയായി. 35 ആനകളുള്ള ക്ഷേത്രത്തിൽ വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശീവേലി നടത്തുക. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി ചടങ്ങ് നടക്കുവാൻ മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. മറ്റു വാർത്തകൾ. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3 നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2016 29 വില്ലേജുകൾ ഉൾപ്പെടുത്തി കുന്നംകുളം താലൂക്ക് പ്രഖ്യാപിതമാകുന്നത്. കക്കാടുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ തന്നെ പുതിയ താലൂക്കിനും അനുബന്ധ ഓഫീസുകൾക്കുമായി സർവ്വസജ്ജമായ പുതിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. കുറുക്കൻപാറയിലെ താഞ്ചൻകുന്നിൽ റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിശാലമായ 4.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 25 കോടി രൂപ ചിലവിൽ 4 നിലകളിലായി വിശാലമായ സൗകര്യങ്ങളോടെയാണ് താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. താലൂക്ക് ലീഗൽ മെട്രോളജി, സംസ്ഥാന GST, സിവിൽ സപ്ലൈസ്, ഇലക്ഷൻ, വ്യവസായം, ഫുഡ് സേഫ്റ്റി, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ലാൻഡ് ട്രിബ്യൂണൽ, ഡയറി ഡെവലപ്മെന്റ്, ലേബർ, ജലസേചനം തുടങ്ങി നിലവിലുള്ള ഓഫീസുകൾക്കും താലൂക്ക് തലത്തിൽ വരാനിരിക്കുന്ന ഓഫീസുകൾക്കും സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളും ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 57,500 ചതുരശ്ര അടിയിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ അമ്മു കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയാണ് അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാർച്ച് 3 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ താലൂക്ക് കെട്ടിടം നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശിഷ്ടാതിഥിയാകും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനാകും. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. അപ്പോൾ ഒരു താലൂക്ക് ആസ്ഥാനവും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും എന്നുള്ള നിലയ്ക്ക് കുന്നംകുളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. അത് ആ രീതിയിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ രാജനാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കും. അതുപോലെ തന്നെ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള മണലൂർ MLA മുരളി പെരുന്നെല്ലി ഇതിൽ പങ്കെടുക്കും.
ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 4:30 മുതൽ പ്രശസ്ത ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, തഹസിൽദാർ OB ഹേമ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിമോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറി 2 സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി DYFI മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധം സിനിമ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനങ്ങൾക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സാഹചര്യം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച കേരള സ്റ്റോറി 2 സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്കാണ് DYFI പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷിനാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, സെക്രട്ടേറിയറ്റ് അംഗം KA സൈഫുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്ക്, NS ജിഷ്ണു, KU സരിത, യദു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് നേതാക്കളായ UM ഗോപകുമാർ, സച്ചിൻ പ്രകാശ്, ഹസൻ കല്ലുംപുറം, PS സഹല, മഹിമ സതീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കേരള സ്റ്റോറി അവതരിപ്പിക്കപ്പെട്ട അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി കടന്നു വന്ന സംഘപരിവാരത്തിന് തെറ്റുപറ്റിപ്പോയി ഈ ഭാവന തിയേറ്ററിന്റെ ഉടമയടക്കം കേരള സ്റ്റോറിയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ നാടൊന്നായി മാറുന്നു. ഞങ്ങൾ ഈ നാടിനോട് ആവശ്യപ്പെടുന്നത് കേരള സ്റ്റോറിയുടെ പേരിൽ ഈ കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമം, കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കാനുള്ള ശ്രമത്തെ ഈ നാട് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ഈ നാടിനകത്ത് ഒരിക്കൽ നിരോധിക്കപ്പെട്ടു പോയ സംഘടന അവരുടെ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ ഉള്ളിലേക്ക്, ജനങ്ങളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്നതിനു വേണ്ടി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ആ വിഷത്തെയാണ് നമ്മൾ ഈ നാടിനകത്ത് തടയാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭം നടന്നു. ബേപ്പൂർ മുതൽ കൊച്ചി വരെ നീണ്ടുകിടക്കുന്ന കടൽ തൊഴിലാളികളുടെയും ഇടത്തരം മത്സ്യക്കച്ചവടക്കാരുടെയും നാടൻ ഉൽപ്പന്നങ്ങളുടെയും വിപണന സംഗമവേദിയായ പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. പതിരുവാണിഭം ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. ഞായറാഴ്ച പുലർച്ചെ നട തുറക്കും. വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് അഞ്ചാനകളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരമെഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചവെയിൽ മങ്ങുന്നതോടെ വിവിധ ദേശകമ്മിറ്റികൾ കാവുകയറും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി 33ഓളം ആനപ്പൂരങ്ങൾ വൈകിട്ട് മൈതാനത്തെത്തും. 5:30 കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവിക്ക് അഭിമുഖമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ആനകൾ അണിനിരക്കും. തുടർന്ന് 3 ജില്ലകളിൽ നിന്നുള്ള വിവിധ ആഘോഷ കമ്മിറ്റികളുടെ തിറ, കാളവരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി തുടങ്ങിയ ഉത്സവ കാഴ്ചകൾ ക്ഷേത്രത്തിലെത്തും. തടകങ്ങളിൽ ശനിയാഴ്ച വിവിധ ദേശകമ്മിറ്റികളുടെ ആനച്ചമയ പ്രദർശനങ്ങളുമുണ്ടായി. പൂരപ്രദർശന എക്സിബിഷനും മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാവടികളും നിറഞ്ഞാടി പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വർണ്ണാഭമായി. 27 കമ്മിറ്റികളിൽ നിന്നുള്ള വേലകളാണ് ചിറവരമ്പത്തുകാവിലമ്മയുടെ സന്നിധിയിലെത്തിയത്. ക്ഷേത്രത്തിൽ വേല ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, കരിനീലിക്ക് പൂജ, കൂറവലിക്കൽ, ദീപാരാധന, നിറമാല എന്നിവ നടന്നു. ഉച്ചയോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വേലവരവ് ആരംഭിച്ചു. ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വർണ്ണക്കാവടികളും വേലകളും പൂതനും തിറയും ക്ഷേത്രത്തിലെത്തിയതോടെ കാണികൾക്ക് ആവേശമായി. ആഘോഷങ്ങൾ സമാപിച്ച ശേഷം രാത്രി വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതർപ്പണത്തോടെയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. ക്ഷേത്രത്തിലെ പൂരവും വേലയും CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ഇന്ത്യൻ റിപ്പബ്ലിക് സങ്കല്പവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു.
മിനി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NB ബിജു ചടങ്ങിൽ അധ്യക്ഷനായി. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ KEN കുഞ്ഞഹമ്മദ് വിഷയം അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗ്രന്ഥശാല പ്രവർത്തകരായ ജനപ്രതിനിധികളെ കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ വായനാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാർനൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T രാജഗോപാൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ ജോൺ, വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ആർഷ ബിജു, സൈബർ കൗൺസിൽ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KM അഷ്റഫ്, രാജൻ എലവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ മലയാളികളെന്ന വലിയൊരു അഭിമാനത്തിലേക്ക്, അത് കേവലമായ അഭിമാനത്തിൻ്റെ ഒരു ആഘോഷമല്ല, മറിച്ച് റിപ്പബ്ലിക്കിന് പരിക്കേൽക്കുന്ന ഒരു കാലത്ത് ആ പരിക്ക് പരിഹരിക്കാനുള്ള, റിപ്പബ്ലിക്കിന് മുറിവേൽക്കുന്ന കാലത്ത് ആ മുറിവ് ഉണക്കാനുള്ള ഏറ്റവും വലിയ മരുന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒരു നാറ്റിവിറ്റി കാർഡ് വന്നു ചേരുമ്പോൾ അത് അപേക്ഷ അയക്കാനുള്ള സൗകര്യമല്ല, അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾക്ക് ഒരു കാവലാണ്. കുന്നംകുളം മക്കിക്കാവ് ദീനബന്ധു മിഷന്റെ ഭാഗമായി വിഡോസ് ഫെലോഷിപ്പ് വിധവകൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ 3ാം വാർഷികം ആഘോഷിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായ് മുഖ്യ സന്ദേശം നൽകി. സമൂഹത്തിൽ തകർന്നു പോയവരുടെ ആവശ്യങ്ങളെ അറിയുവാനും അവർക്ക് വേണ്ടി ഇടപെടുവാനും പൊതുസമൂഹത്തിന് സാധിക്കുന്നുണ്ടോ എന്ന് ദയാബായി ചോദിച്ചു. കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരായ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന വേദനകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം. അവരുടെ പുനരധിവാസം സാധ്യമായി തീരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ദീനബന്ധു ഡയറക്ടർ ഫാദർ ലിനു ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫാദർ അനുവുമ്മൻ, ഫാദർ കോശി കുര്യൻ, ഫാദർ പീറ്റർ രാജ്, ശലോമു CM, മേഴ്സി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഈ പാട്ടിൽ ഒത്തിരി ആകർഷിക്കപ്പെട്ട, എൻ്റെ കുറേ നാൾ എൻ്റെ മൊബൈലിൽ റിംഗ്ടോണൊക്കെ ഇതായിരുന്നു. ഇങ്ങനെ സേവനം ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പെട്ടൊക്കെ നോക്കാം, ഒന്നും അറിയില്ല. ഞാനത് പറയുന്നതിനുണ്ട്, ഒരു മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നു വരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗോൾ, ഉദ്ദേശം, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് നോക്കി ഒന്ന് കണ്ടുപിടിക്കുക. എന്നോടെല്ലാം പറയണമെന്നില്ല. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവത്ര മോഹനന്റെ 32ാമത് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് AP അനിൽകുമാർ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, DCC സെക്രട്ടറിമാരായ ജോസഫ് ചാലിശ്ശേരി, MB ഹൈദരാലി, CA ഗോപപ്രതാപൻ, KD വീരമണി, KP ഉമ്മർ, UDF കൺവീനർ ഷാനവാസ് തിരുവത്ര തുടങ്ങിയവർ സംസാരിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഉണ്ടായി. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പരിസരവാസികൾ ഭണ്ഡാരം കണ്ടത്. 2 അടിയോളം വലുപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് കാണിക്ക പണം കവർന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്ത് കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിരുന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുന്നതിനിടെയാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. എന്ന് തീരും ഈ ദുരിതം എന്ന് ദയനീയാവസ്ഥയോടെ പറയുന്നവരുണ്ട്. ദേശീയപാത അണ്ടത്തോട് സർവീസ് റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തെ തുടർന്നാണ് പുറത്തിറങ്ങാൻ കഴിയാതെ നാട്ടുകാർ ബുദ്ധിമുട്ടിലാകുന്നത്. ഇമ്പിച്ചിബാവ റോഡ് സെന്റർ മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള ഭാഗം മുഴുവൻ ആഴ്ചകളായി പൊളിച്ചിട്ടിരിക്കുകയാണ്.
വലിയ അപകടക്കുഴികളും റോഡിലെ ഗതാഗതക്കുരുക്കും പൊടിയും കാരണം യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലാണ്. അണ്ടത്തോട് അടിപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് കാന നിർമ്മാണമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വീതി മാത്രമാണ് റോഡിനുള്ളത്. ബാക്കി ഭാഗം അത്രയും പൊളിച്ചിട്ടിരിക്കുകയാണ്. എതിർദിശകളിൽ നിന്ന് ഒരേ സമയം വാഹനങ്ങൾ വന്നാൽ ഗതാഗതം തടസ്സപ്പെടും. വലിയ വാഹനങ്ങളും ലോറികളും അടിപ്പാതയിലൂടെ മറുഭാഗത്തെ സർവീസ് റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ കാന സർവീസ് റോഡ് പണി തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും എവിടെയും എത്തിയിട്ടില്ല. വല്ലപ്പോഴും മാത്രമേ പണിക്കാർ ഉണ്ടാകുന്ന സാഹചര്യമുള്ളൂ. തൊഴിലാളികളുടെ എണ്ണവും വളരെ കുറവാണ്. നിർമ്മിച്ച ഭാഗങ്ങൾ പൊളിക്കലും വീണ്ടും പണിയിലുമാണ് പ്രധാനപ്പെട്ട പരിപാടി. പണി നിരീക്ഷിക്കാൻ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരോ കരാർ കമ്പനി ജീവനക്കാരോ ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനാൽ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സർവീസ് റോഡിലെ കാന കനോലി കനാലുമായി ബന്ധിപ്പിക്കുന്ന പണിയാണ് അടിപ്പാതയ്ക്ക് സമീപം നടക്കുന്നത്. ഇവിടെ സർവീസ് റോഡിലെ വെള്ളം പോകാൻ 2 കോൺക്രീറ്റ് പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മഴക്കാലത്തെ വെള്ളം ഒഴുകിപ്പോകാൻ പൈപ്പ് മതിയാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഭൂനിരപ്പ് തിട്ടപ്പെടുത്തിയല്ല സർവീസ് റോഡും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഹിയറിംഗ് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് BPO വർഗീസ് CA മുഖ്യാതിഥിയായി. ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ വിബീഷ പ്രസാദ് റിപ്പോർട്ട് അവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ബ്ലോക്ക് മെമ്പർമാരായ അബൂബക്കർ കുന്നങ്കാട്ടയിൽ, സുബൈദ പാലക്കൽ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. MGRN EG SKV ബിജി മറുപടി പ്രസംഗം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ സ്വാഗതവും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് നന്ദിയും പറഞ്ഞു. സാഹിത്യത്തിനും ചിത്രരചനയ്ക്കും സാമൂഹ്യ പരിഷ്കരണത്തിനും വേദിയായ കിരാലൂരിലെ മാടമ്പ് മന നാടകാവതരണത്തിനുള്ള റിഹേഴ്സൽ ക്യാമ്പായി മാറി. കാലാതിവർത്തികളായ സാഹിത്യരചനകളാൽ പ്രസിദ്ധമായ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ കിരാലൂരിലെ മാടമ്പ് മനയിലാണ് നാടക ക്യാമ്പ് നടന്നത്. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്റ്റീവിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനതുലാവണം എന്ന നാടകത്തിന്റെ റിഹേഴ്സലാണ് മാടമ്പ് മനയിൽ നടക്കുന്നത്. സിനിമയിലും നാടകത്തിലും ഒരുപോലെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ് നാടകത്തിൽ അഭിനേതാക്കളാകുന്നത്. അടുത്ത മാസല്ലേ മംഗലകാവിലെ വേല? ഹരിയേട്ട സുനിൽ സുഗത, സുധി വട്ടപ്പിന്നി, KS പ്രതാപൻ, രാംകുമാർ, KB ഹരി, സഞ്ജു മാധവ്, രാജൻ പൂത്തറയ്ക്കൽ, സുരേഷ് മുട്ടത്തി, മേബി ബിനി, സനാബാബു, ശ്യാം കാസർഗോഡ്, ശിവാനന്ദൻ കുറ്റിപ്പാല, വൃന്ദമോൾ, സത്യൻ എടത്തറ, പ്രശോഭ് തുടങ്ങി 20ഓളം കലാകാരന്മാർ നാടകത്തിൽ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തും. നാടകാവതരണത്തിന് മുൻപായി തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കാനുള്ള അവസാനവട്ട പരിശീലനമാണ് റിഹേഴ്സൽ ക്യാമ്പിൽ നടക്കുന്നത്. ഞായറാഴ്ച സംഗീത നാടക അക്കാദമിയിലെ ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ വൈകിട്ട് 5-നും 7-നും 2 അവതരണങ്ങളാണ് ഉണ്ടാകുക. കാണികൾക്ക് മുന്നിൽ മികവാർന്ന പ്രകടനത്തിലൂടെ നാടകാവതരണം അവിസ്മരണീയമാക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് റിഹേഴ്സൽ ക്യാമ്പിലുള്ള അഭിനേതാക്കളും നാടക പ്രവർത്തകരും. തുപ്പേട്ടൻ വളരെയധികം നാടകങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രശസ്തമായ ഒരു റിയലിസ്റ്റിക് പ്ലേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു നാടകമാണ് തനതിലാവണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെയധികം അമേച്ചർ നാടകവേദികളിൽ പല സംവിധായകരാൽ കളിക്കപ്പെട്ട നാടകമാണ് ഇത്. ഞാൻ തന്നെ ഇത് 3ാമതാണ് ചെയ്യുന്നത്. ഈ തനതിലാവണം 25 വർഷം മുൻപാണ് ആദ്യം ചെയ്യുന്നത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തു പരിപാലനം ഹരിത സാങ്കേതിക പ്രക്രിയകളിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഹരിത സേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. കടിക്കാട് സ്കൂൾ, രാമരാജ, ചെറായി UP സ്കൂളുകളിൽ നിന്നുള്ള ഹരിത സേന ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തു.
പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയന്തി, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറായി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ മനോഹിത് സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് നന്ദിയും പറഞ്ഞു. പഠനോത്സവത്തിന്റെ ഭാഗമായി ഹരിത എക്കോ സെൻസസ് സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടായിരുന്നു. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുന്നംകുളം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മാർച്ച് 4 വൈകിട്ട് 3 മണിക്ക് നിർവഹിക്കും. ഉദ്ഘാടനം ജനകീയമാക്കാനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നമ്മുടെ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിനു ശേഷമാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ആശയം ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രവർത്തനമാണ് ഇതിൻ്റെ കൂടി ഭാഗമായി നടന്നത്. പ്രത്യേകിച്ച് അത് ആ രീതിയിൽ പെൻഷൻ സമൂഹം ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത്തരമൊരു ഉദ്ഘാടന പരിപാടി അവരെല്ലാം നല്ല പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ ട്രഷറി ഓഫീസർ KA ആശ അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപന സ്ഥിരം സമിതി അംഗങ്ങൾ, മെമ്പർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺമാർ, പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധികൾ, സഹകാരികൾ, സ്റ്റാമ്പ് വെൻഡേഴ്സ് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ MLA, മുരളി പെരുന്നെല്ലി MLA എന്നിവർ രക്ഷാധികാരികളും, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചെയർമാനും, സബ് ട്രഷറി ഓഫീസർ TV ധനേഷ് കുമാർ കൺവീനറായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സബ് ട്രഷറി ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1.65 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഒറ്റനിലയിലായി 2200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടർ, JS STO ക്യാബിനുകൾ, 10 കൗണ്ടറുകൾ, സ്ട്രോങ് റൂം, ഗാർഡ് റൂം, റെക്കോർഡ് റൂം, പൊതുജനങ്ങൾക്കുള്ള ടോയ്ലറ്റ്, റാമ്പ്, സ്റ്റെയർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനു വേണ്ടി HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് പദ്ധതി നിർവഹിച്ചത്. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസ്പർശം രോഗി ബന്ധു സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ തളിർബഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സീരിയൽ താരം സുസ്മിത വിശിഷ്ടാതിഥിയായി. മെഡിക്കൽ ഓഫീസർ റോസ്ലിൻ, ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ഓഫീസർ ഡോക്ടർ സഞ്ജയ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ 130 കിടപ്പ് രോഗികൾക്ക് ബെഡ്ഷീറ്റ്, ഇൻവെർട്ടർ ബൾബ് എന്നിവ നൽകുകയും തളിർബഡ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗ് വിതരണം ചെയ്യുകയും ഉണ്ടായി. തുടർന്ന് കുട്ടികളുടെ ഗാനമേള, വയലിൻ കച്ചേരി, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ നടന്നു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച മത്സ്യവിതരണം പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി, വാർഡ് മെമ്പർമാരായ റഷീദ്, ഷെസീന, ജിതേഷ്, ഹൈറുനീസ എന്നിവരും കർഷകരായ ആന്റണി, അബ്ദുൽ സലാം, കുഞ്ഞാലു, IB അബ്ദുറഹ്മാൻ, ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കാർപ്പിനത്തിൽപ്പെട്ട 9075 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കുന്നംകുളം നഗരപരിധിയിൽ പുറത്തുനിന്നുള്ള ആംബുലൻസുകൾ അനധികൃതമായി സർവീസ് നടത്തുന്നത് തടയണമെന്നും പ്രാദേശിക ആംബുലൻസ് തൊഴിലാളികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാന് പരാതി നൽകി. കുന്നംകുളം മേഖലയിലെ ആംബുലൻസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായിട്ടാണ് നിവേദനം നൽകിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കുന്നംകുളത്തിന് പുറത്തുനിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള ആംബുലൻസുകൾ നഗരത്തിൽ പാർക്ക് ചെയ്ത് വാടകയ്ക്ക് ഓടുന്നത് പതിവായിരിക്കുകയാണ്. ഇത് കുന്നംകുളം ആംബുലൻസ് സർവീസുകളെ സാരമായി ബാധിക്കുന്നുവെന്നും ഈ മേഖലയിൽ ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും കാരണമാകുന്നുവെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ അതത് പ്രദേശങ്ങളിലെ ആംബുലൻസുകൾക്ക് മുൻഗണന നൽകാറുണ്ട്. സമാനമായ രീതിയിൽ കുന്നംകുളത്തും പ്രാദേശിക സർവീസുകാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുവാൻ നഗരസഭയുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കുന്നംകുളം RC ഉടമസ്ഥതയിലുള്ള ആംബുലൻസുകാർക്ക് നഗരത്തിൽ മുൻഗണനയും പാർക്കിംഗ് സൗകര്യവും ഉറപ്പാക്കണമെന്നും
നിവേദനം ആവശ്യപ്പെടുന്നു. 14ഓളം ആംബുലൻസ് ജീവനക്കാർ ഒപ്പിട്ട നിവേദനം നഗരസഭാ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശിന് കൈമാറി. കെ ആസീസ്, ജിബിറ്റ് മണ്ഡലത്തിങ്കൽ, അബ്ദുൾ റസാഖ്, റജി, ക്ലിന്റൺ, രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. MP അബ്ദുസമദ് സമദാനി MPയുടെ വികസന ഫണ്ടിൽ നിന്ന് ചാലിശ്ശേരി അറക്കൽ സെന്ററിൽ അനുവദിച്ച മിനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ നിർവഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ, റസാഖ് പുളിയഞ്ഞാലിൽ, യൂസഫ് പണിക്കവീട്ടിൽ, K ബാബു നാസർ, PM അബ്ദുറഹ്മാൻ, സിദ്ദിഖ് അവങ്ങാട്ടിൽ, ഡോക്ടർ മുരുകദോസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. 11ാം വാർഡ് മെമ്പർ സജീഷ് കളത്തിൽ സ്വാഗതവും റിയാസ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു. വർഷങ്ങളായി തകർന്ന് യാത്രായോഗ്യമല്ലാതായ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ടെൻഡർ എടുക്കാത്ത റോഡ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിയ MLAയും ഇവിടുത്തെ സഖാക്കളും ജനങ്ങളോട് മാപ്പ് പറയണം. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഇവരുടെ കോപ്രായങ്ങൾ മുഴുവൻ തിരിച്ചറിയാനുള്ള ബോധമുള്ള ആളുകളാ കടങ്ങോട് തിപ്പലശ്ശേരി ഈ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ. കുറെ കാലമായിട്ട് ഇവിടുത്തെ കോറി കമ്പനികളാണ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡിന്റെ മെയിന്റനൻസ് നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം അതും അടച്ചു പോയപ്പോ കുറെ വർഷമായിട്ട് ഇതിന്റെ മെയിന്റനൻസ് പണി നടക്കുന്നില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങളുടെ യാത്രാദുരിതത്തിന് പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഉപവാസ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, DCC സെക്രട്ടറി PS സുനീഷ്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിഷയകുമാർ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയ്കുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ, MP സിജോ, റഹീം ആദൂർ, ബാലകൃഷ്ണൻ കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് ചിറ്റ്ലപ്പിള്ളി, ജെസി വിൽസൺ, വാർഡ് മെമ്പർമാരായ സൈബുനിസ ഷർഫു, പ്രകാശൻ പേങ്ങാട്ടുപാറ, അശോകൻ വെള്ളത്തേരി, കുമാരി മുരളി, ബാഹിയദ്രി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അറിയിച്ചു. 3 തവണ ടെൻഡർ നടപടികൾ നടത്തേണ്ടി വന്നതാണ് നിർമ്മാണ പ്രവർത്തികൾ വൈകാൻ കാരണം. ഹമീദ് ഖാൻ എന്ന കോൺട്രാക്ടറാണ് ഇപ്പോൾ ടെൻഡർ എടുത്തിരിക്കുന്നത്. നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും AC മൊയ്തീൻ MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് പ്രവൃത്തിയുടെ ടെൻഡർ ബഹുമാനപ്പെട്ട AC മൊയ്തീൻ MLAയുടെ ഫണ്ടിൽ നിന്ന് 4.5 കോടി രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ റോഡ് പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡും ടെൻഡർ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ ടെൻഡറിൽ അദ്ദേഹം ടെൻഡർ വെച്ചിട്ടുണ്ട്. ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് ഉടനെ തന്നെ പണി തുടങ്ങാൻ ആവശ്യമായ നടപടി ഉടനെ ആരംഭിക്കും. ഉടനെ തന്നെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കും. വിവാഹമോചിതയായ സ്ത്രീയെ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്ന കേസ് പ്രതിയെ ചാവക്കാട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജി V വിനോദ് വെറുതെ വിട്ടു. വിവാഹമോചിതയായ സ്ത്രീയെ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയം സ്ഥാപിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കോവിഡ് കാലത്ത് ഗുരുവായൂരിലെ ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പല പ്രാവശ്യം ബലാത്സംഗം ചെയ്യുകയും ദേഹോപദ്രവം ചെയ്ത് മൊബൈലിൽ നഗ്ന ഫോട്ടോകളെടുത്ത് പീഡന വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കേസിലെ പ്രതി കണ്ണൂർ സ്വദേശി തിരുവാതിര വീട്ടിൽ പ്രഭാകരൻ മകൻ പ്രഗ്മേഷിനെയാണ് കോടതി കുറ്റവിമുക്തനാക്കിയത്. വിവാഹമോചിതനായ ശേഷം പുനർവിവാഹത്തിനു വേണ്ടി മാട്രിമോണിയൽ സൈറ്റിൽ അതിജീവിത പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതേ സൈറ്റിൽ തന്നെ വിവാഹമോചിതനായതിനു ശേഷം പുനർവിവാഹം ആഗ്രഹിച്ച് പ്രതിയും തൻ്റെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് അതിജീവിത സോഷ്യൽ മീഡിയ വഴി പ്രതിയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. അതിജീവിതയെ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് നേരിൽ കാണാമെന്ന് പ്രതി ബലമായി പറഞ്ഞ് ഗുരുവായൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത് കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സോഷ്യൽ മീഡിയയിലൂടെ ബന്ധം സ്ഥാപിച്ച് പണം തട്ടുക എന്ന ഉദ്ദേശത്തിൽ പരാതിക്കാരി കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നായിരുന്നു പ്രതിഭാഗം വാദം.
കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകരായ സുജിത് ഐനിപ്പള്ളി, നന്ദന സുനിൽകുമാർ എന്നിവർ ഹാജരായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ വിജയിപ്പിക്കാനായി സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ക്ലബ്ബ് പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, കായിക താരങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മാർച്ച് 8 കാലത്ത് 6 മണിക്ക് കേച്ചേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെ 5 കിലോമീറ്റർ ദൂരമായിരിക്കും മിനി മാരത്തോൺ സംഘടിപ്പിക്കുക. 300ഓളം പേരുടെ പങ്കാളിത്തം മിനി മാരത്തോണിൽ ഉണ്ടാകും. എരുമപ്പെട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനുള്ള 2.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിലെ ഗ്രാമീണ വായനശാല മുതൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വരെ 1 കിലോമീറ്ററോളം ദൂരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം, യാത്രക്കാർക്കുള്ള ഫുട്പാത്തുകൾ, ക്രോസ് ഡ്രെയിനുകൾ എന്നിവ പദ്ധതിയിൽ ഉണ്ടാകും. പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ AC മൊയ്തീൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി എന്നിവർ സംസാരിച്ചു. ഇതിന്റെ കരാറുകാരൻ ആയിട്ടുണ്ട് ഹമീദ് ഖാൻ. സ്ഥലം അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം നഗരത്തിലെ ഒരു വന്ന് കാണുമ്പോൾ തന്നെയുള്ള ഒരു ഭംഗിയും പിന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു പ്രധാന സെന്റർ എന്ന നിലയ്ക്ക് ധാരാളം മോട്ടോർ വാഹന തൊഴിലാളികളുണ്ട്. അവരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാം എന്ന് വെച്ചാണ് ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ BJP കൗൺസിലർമാർ ആദരിച്ചു. കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, PM കൃഷ്ണപ്രിയ എന്നിവർ പൊന്നാട അണിയിച്ചു. മഹിളാ മോർച്ച നേതാക്കളായ ജ്യോതി രവീന്ദ്രനാഥ്, സിന്ധു ബാബു, സ്വപ്ന അനിൽ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,100 രൂപ, സ്വർണം പവന് 1,20,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചർമ്മം മറ്റം ഇമ്മട്ടി തോമ മകൻ ആൻഡോ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ശോഭന ഭാര്യയാണ്. ആകാശ്, അഞ്ജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി ചിരിയങ്കണ്ടത്ത് ബാബു മകൻ സെബിൻ നിര്യാതനായി. 27 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ജോളി മാതാവും എബിൻ ബാബു, ജെസി എൽജോ എന്നിവർ സഹോദരങ്ങളുമാണ്. കുന്നുകുളം രാജ ഹോട്ടൽ ഉടമ പരേതനായ നീണ്ടൂർ അയ്യപ്പുവിന്റെ ഭാര്യ തങ്കം നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം കുന്നുകുളം നഗരസഭ ശ്മശാനത്തിൽ നടന്നു. സൗദാമിനി, ലളിത, സഹദേവൻ, ഗിരീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 3ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. ആചാരപ്പെരുമയോടെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലി നടന്നു. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3 റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. 2016 പ്രഖ്യാപിച്ച താലൂക്കിന് 1 പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായത്. യശശരീരനായ പ്രസിദ്ധ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഗേഹമായ കിരാലൂരിലെ മാടമ്പ് മനയിൽ നാടകമൊരുങ്ങുന്നു. ഞായറാഴ്ച സംഗീത നാടക അക്കാദമി
നാട്യഗ്രഹത്തിലാണ് നാടകാവതരണം. KS പ്രതാപന്റെ സംവിധാനത്തിൽ എൻക്ലേവ് തിയേറ്റർ കളക്ടീവ്സിന്റെ ബാനറിൽ മലയാളിയുടെ പ്രവാസ ജീവിതം പശ്ചാത്തലമാക്കി തുപ്പേട്ടൻ രചിച്ച തനതുരാവണ്ണം എന്ന നാടകമാണ് അരങ്ങിലെത്തുക. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. അരുവായി ചിറവരമ്പത്തുകാവ് ക്ഷേത്രത്തിലെ വേലയാഘോഷം വർണ്ണാഭം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.